നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഞാൻ പറയട്ടെ, ശരിയാണെങ്കിലും ഒന്ന് തലയാട്ടിക്കൊള്ളണം. കോമ്പറ്റീഷൻ. നിങ്ങൾ എന്നൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഒരു സംരംഭകനൊക്കെ ആണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് കോമ്പറ്റീഷൻ, അണ്ടർ കട്ടിങ്. നമ്മളൊന്ന് പച്ചപ്പിടിച്ച് വരുമ്പോഴേക്കും ആരെങ്കിലും അതിൻ്റെ റേറ്റ് കുറയ്ക്കും. ഇത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്? അപ്പോൾ പലരും ചെയ്യുന്നത് പ്രൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതല്ല, യു നീഡ് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ കോമ്പറ്റീഷൻ എന്ന് ഞാൻ പറയും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. എല്ലാവരും പ്രൈസ് കുറയ്ക്കുന്നു, ഞാനും കുറയ്ക്കുന്നു. എൻ്റെ പൊതു സുഹൃത്തെ, ഈ ലാഭം എന്ന് പറഞ്ഞൊരു സാധനമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്? ഒരു ലാഭമില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കാനാവുക, ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനാവുക, റെൻറ്റ് കൊടുക്കാനാവുക? അതുകൊണ്ട് തന്നെ ലാഭമില്ലാതെ ബിസിനസ് ചെയ്യരുത്. ലാഭം ഉണ്ടാവണം, പക്ഷേ എന്ന് വെച്ചുകൊണ്ട് കസ്റ്റമറെ കത്തിവെക്കണമെന്ന് ഞാൻ പറയുകയില്ല. കോമ്പറ്റീഷനിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയമെന്ന് പറയുന്നത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളതുപോലെ സുഹൃത്തുക്കളുമായി അന്നത്തെ കാലത്ത് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകും. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കവിതാ തിയേറ്റർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയില്ല, കൊച്ചി. ഈ കവിതാ തിയേറ്ററിൽ അന്നൊക്കെ വളരെ തുച്ഛമായ കാശേ നമ്മുടെ കയ്യിലുള്ളൂ. അവിടെ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. മിക്കവാറും നമ്മൾ ഈ സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസ്സിലൊക്കെ പോയി സിനിമ കാണുന്നവരാണ്. എന്നിരുന്നാലും ബാൽക്കണിയിലൊക്കെ നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചിലവായി ബാൽക്കണിയിലാണ് ലാവിഷായിട്ടാണ് ലാലേട്ടൻ്റെ പടം കാണാനിരിക്കുന്നത്. പക്ഷേ ആ പടം കാണുന്ന സമയത്താണ് ആരോ നല്ല ഫസ്റ്റ് ഡേ ആണ്, ബഹളമാണ്, കൂവലാണ്, പടം തുടങ്ങിയിട്ടില്ല. അന്നൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയാണ്. അതിനിടയിലാണ് എൻ്റെ കൂടെ ഇരുന്ന സുഹൃത്ത് ജോർജിനോട് പറയുന്നത്, എടാ പൊതുവെ മലയാളികൾ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും അവരും ചെയ്യും. ഞാൻ പറഞ്ഞു, പിന്നെ ഈ മലയാളികൾക്ക് വേറെ പണിയൊന്നുമില്ല. അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ചെയ്യുന്ന പോലെ ഈ തിയേറ്ററിൽ എല്ലാവരും ചെയ്താലും നീ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരും. ആ ബാൽക്കണി തിയേറ്ററിൽ ഇരുന്നവർക്കറിയാം, വലിയൊരു ബാൽക്കണിയാണ്. ഇവൻ എൻ്റെ സൈഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി, പടം തുടങ്ങിയിട്ടില്ല. ആ ബാൽക്കണിക്ക് ഒരു പാരപ്പെട്ടുണ്ട്. ഇന്ന് തിയേറ്ററിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇന്ന് EVM ഏറ്റെടുത്ത് നടത്താണ്. പണ്ട് അത് ബാബു സെറ്റാണ് നടത്തിയിരുന്നത്. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ താഴേക്ക് നോക്കി അവൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി, എന്നെ തിരിഞ്ഞു നോക്കും, പിന്നെയും നോക്കും. അതിനിടയിൽ ഞാനും ഓടിച്ചെന്ന് താഴോട്ട് നോക്കി. പിന്നെ കണ്ടത് അത്ഭുതകരമായ കാഴ്ചയാണ്. ഒരു 2 മിനിറ്റിനുള്ളിൽ ആ ബാൽക്കണിയിൽ ഇരുന്ന സകലമാന ആൾക്കാർ എഴുന്നിട്ട് താഴോട്ട് നോക്കുന്നുണ്ട്, താഴെയുള്ള ആൾക്കാർ മുകളിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ വീഡിയോ പറയാൻ പറ്റാത്ത, അറയ്ക്കുന്ന മലയാളത്തിൽ താഴെ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് തെറി, ഇവിടെ നിന്ന് അങ്ങോട്ട് തെറി. 2 മിനിറ്റിൽ കശപിശയായി അവിടെ. അതിനിടയിൽ പടവും തുടങ്ങി. അന്ന് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തവന്. ശരിയാണല്ലോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് തന്നെ പോയി ചെയ്യുന്നൊരു പ്രവണത ഉള്ളവരാണ് മലയാളികളെന്ന് പറയും. അത് നമുക്ക് സെയിൽസും മാർക്കറ്റിങ്ങിലും ബിസിനസ്സിലും പറ്റില്ല. ഇന്നത്തെ കാലത്ത് യു നീഡ് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ കോമ്പറ്റീഷൻ. മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും ഇന്നോവേഷൻ ഉണ്ടോ? മറ്റുള്ളവരൊന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് എന്താണുള്ളത്? നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, എന്താണുള്ളത്? സി, ടുഡേ ദർ ഇസ് എ സേയിങ് ദാറ്റ് ഇൻ മാർക്കറ്റിംഗ് ഇഫ് യു ഡോണ്ട് ഡെമോൺസ്ട്രേറ്റ് യു ആർ ഡിഫറെൻറ്റ്, യു ആർ ഇൻവിസിബിൾ. ആർക്കും നിങ്ങളെ തിരിച്ചറിയാനാവില്ല. എന്താണ് നിങ്ങളുടെ USP എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ ട്രെയിനിങ്ങിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ ട്രെയിനിങ് വളരെ വ്യത്യസ്തമാണ്. ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവകഥകൾ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തുറന്നു പറയാറുണ്ട്. അത് കാണിക്കാനായി അതിൻ്റെ പിക്ചർ വരെ കാണിക്കാറുണ്ട്. അപ്പോൾ പലർക്കും അത് വ്യത്യസ്തമായി തോന്നിയുകൊണ്ടായിരിക്കാം ട്രെയിനിങ് മേഖലയിൽ ഞാൻ ഇത്രയും നാളെ പിടിച്ചു തന്നത്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു ദി സെയിം തിങ്. നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുന്നതെന്ന് കണ്ടുപിടിച്ചാൽ കോമ്പറ്റീഷന് നമുക്ക് പിടിച്ചു നിർത്താനാവും. അങ്ങനെ ഒരു ലോകത്തേക്ക് ആയിക്കട്ടെ ഇന്ന് തൊട്ട് തുടക്കം. എല്ലാ ആശംസകളും.